എടി പെണ്ണ് എവിടെയെങ്കിലും ഇരിക്കാൻ നീ. ഞാൻ വന്നേ. വേണ്ട നാത്തൂനെ, ഇത് തിരിയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം. ചായ വന്ന് ആണാ? കണ്ടില്ല നമ്മുടെ കളക്ടറേറ്റ് ആകെ അക്രമാസക്തമായി. ആടിയും ബഹളവും ജലപീരങ്കി അടിയും. ഒരുപാട് പേര് ഹോസ്പിറ്റലുണ്ട്. ടി വി കളിക്കുന്നുണ്ടല്ലോ. അയ്യോ, എന്നിട്ട് എന്താ ക്ലീറ്റോന്ന് നോക്കാൻ? രാവിലെ ചേട്ടന്റെ കൂടെ. അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ക്ലീറ്റോ അണികൾക്കൊക്കെ നിർദ്ദേശം നൽകുന്ന ഞാൻ കണ്ടു. പിന്നെ ധൃതിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് നോക്കിട്ട് വന്നാ പോരാ. അത് കുഴപ്പമില്ല, ക്ലീറ്റോനെ അടിയൊന്നും കൂടില്ല, നേതാവാണല്ലോ, പിന്നെ അറിയാം അടി കൊള്ളുമ്പോ എന്താ ചെയ്യണ്ടെന്നുള്ളത്. നീര് പണേ, ഇത്തിരി വെള്ളം ചൂടാക്കി ബാത്റൂമിലേ ഇത്തിരി മേലെ ഇടണം. എത്ര ഏട്ടാ? 100 രൂപ. ചേട്ടാ, ശാരീരികമായും മാനസികമായും തളർന്നു നിൽക്കണം. സാമ്പത്തികമായൊക്കെ തകർക്കൽ ഇത്രേ ഉള്ളൂ. അയ്യോ, എന്താണ് അമ്പുരാൻ ഈ മനുഷ്യൻ എങ്ങോട്ടാ പോയത്? കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല. എന്താ ക്ലീറ്റോ, എന്താടാ പറ്റി പറ. നീ എന്താ പറ്റിയത്? നിന്റെ കെട്ടിയോട് നീ നിങ്ങൾ എന്താ ചെയ്തേ മനുഷ്യ? സാമത്തിന് പോയി. എന്നാലും നീ എന്നോട് നീ ചെയ്തല്ല. എന്ത് ചെയ്തെന്നേ പറയണേന്ന് നിങ്ങളോടല്ലേ ചോദിക്കണ മുഴുവൻ. ഇവൻ രാവിലെ എന്റെ കൂടെ സ്നേഹിച്ചെന്ന് ഫോട്ടോ എടുത്ത് എന്തിനാന്നറിയാമോ? സമരം നടന്നോണ്ടിരുന്നപ്പോ ഒരു പോലീസുകാര് മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിട്ട് ഓടിക്കോട്ട് വന്ന് ഒറ്റ ചവിട്ടന്റെ അതോടെ ഞാൻ എന്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും പോലീസുകാർ. എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉണ്ട്, മറ്റേ കയ്യിൽ ലാത്തിയുണ്ട്. മൊബൈലിൽ നോക്കും, എന്നെ തല്ലും, എല്ലാം കൂടെ എന്റെ ഒരു പരിപാടി. എന്നാലും ഈ ഫോട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്തല്ലോ അളിയോ. ഈ മനുഷ്യനെ കൊണ്ട് പോയി തൂക്കുള്ളൂ. ഒന്ന് സ്നേഹമായിട്ട് വരുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ. റബ്ബറിന്റെ താങ്ങുവല ഉണ്ടാക്കാൻ പോയിട്ട് താങ്ങും മേടിച്ചിട്ട് വന്നു. അതൊന്നും എനിക്കിട്ടൊന്ന് താങ്ങിയതല്ലേടി. പിന്നല്ലേ